നമസ്കാരം. കേരളത്തിന്റെ മനസാക്ഷിയെ ഒന്നാകെ ഞെട്ടിച്ച സംഭവം ആയിരുന്നു ഷാരോൺ വധക്കേസ്. മലയാളികൾക്ക് അതുവരെ പരിചിതമില്ലാതിരുന്ന പ്രണയചതിയിലൂടെ ആണ് ഷാരോണിനെ ഗ്രീഷ്മ കൊലപ്പെടുത്തിയത്. എന്താകും ഗ്രീഷ്മയ്ക്കുള്ള ശിക്ഷ? നോക്കാം ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ഷാരോൺ വധക്കേസിൽ ശിക്ഷാവിധി മറ്റന്നാൾ. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്ന് പ്രോസിക്യൂഷൻ. ഗ്രീഷ്മയ്ക്ക് ചെകുത്താന്റെ മനസ്സ്, പ്രതിക്ക് വധശിക്ഷ നൽകണം. പ്രണയം എന്ന് പറയുന്നത് വളരെ പരിപാവനമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുകയും ഈ ഷാരോൺ രാജിനെ പ്രണയം നടിച്ച് വിശ്വാസവഞ്ചന നടത്തി വിളിച്ചു വരുത്തി ഒരു കൊലപാതകം നടത്തി എന്നുള്ള നിസ്സംശയം കോടതിയിൽ സാഹചര്യ തെളിവുകൾ കൊണ്ട് തെളിഞ്ഞിരിക്കുന്ന ഒരു കേസാണ്. പരിശുദ്ധ പ്രണയം എന്ന കൺസെപ്റ്റിനെ തന്നെ കൊല ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു അഭിപ്രായം കൂടി പ്രോസിക്യൂഷൻ അവിടെ പറഞ്ഞു. പ്രായം കണക്കിലെടുത്ത് ഇളവ് വേണമെന്ന് ഗ്രീഷ്മ. പഠിക്കാൻ അവസരം നൽകണം. നഗ്നചിത്രം കൈവശം വെച്ച ഷാരോൺ ഭീഷണിപ്പെടുത്തിയെന്നും കോടതിയിൽ ഗ്രീഷ്മയുടെ വാദം. കേരളത്തിൽ RSS CPIM സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെട്ടു എന്ന് സ്ഥിരീകരിച്ച ശ്രീ M. തന്റെ ആത്മീയ ശക്തി കൊണ്ട് ഇരുഭാഗം നേതാക്കളും ഇത് അംഗീകരിച്ചു. യോഗ പഠിപ്പിച്ച CPIMകാർ ധ്യാനത്തിന്റെ വഴിയിലേക്ക് എത്തുമെന്നും ശ്രീ M ന്യൂസ് 18നോട്. പ്രതിപക്ഷ ആരോപണങ്ങൾക്കിടെ കഞ്ചിക്കോട് ബ്രൂവറിക്ക് സർക്കാരിന്റെ പ്രാഥമിക അനുമതി. 600 കോടി മുതൽ മുടക്കുള്ള പദ്ധതി 4 ഘട്ടങ്ങളിലായി നടപ്പിലാക്കും. ഡൽഹി മദ്യനയ അഴിമതി കേസിലെ കമ്പനിക്ക് അനുമതി നൽകിയത് ദുരൂഹമെന്ന് പ്രതിപക്ഷം. ബ്രൂവറി അനുമതിക്കെതിരെ കത്തോലിക്ക ബിഷപ്പുമാരും രംഗത്ത്. ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച പ്രതിയെ പിടികൂടാനാകാതെ പോലീസ്. പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ 2 CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നു. ഇയാൾ ഗുജറാത്തിലേക്ക് കടന്നതായി സംശയം. ഗാസ സമാധാന കരാറിന് ഇസ്രായേൽ മന്ത്രിസഭയുടെ അംഗീകാരം. വെടിനിർത്തൽ കരാർ നാളെ മുതൽ നിലവിൽ വരും. ആദ്യം നടക്കുക ബന്ദികളെയും തടവുകാരുടെയും കൈമാറ്റം. പകൽ വാർത്തയിലേക്ക് വിശദമായി. പാറശാല ഷാരോൺ വധക്കേസിൽ ശിക്ഷാവിധി തിങ്കളാഴ്ച. ശിക്ഷ എന്തായിരിക്കണം എന്നതിൽ ഇരുഭാഗത്തിന്റെയും വാദം കോടതി കേട്ടു. ഷാരോൺ രാജിനെ കഷായത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയ കേസിൽ ഷാരോണിന്റെ കാമുകി ഗ്രീഷ്മയും ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായരും കുറ്റക്കാരാണ് എന്ന് കോടതി ഇന്നലെ വിധിച്ചിരുന്നു. ഇരു പ്രതികളും ഷാരോണിന്റെ കുടുംബവും കോടതിയിൽ ഹാജരായിരുന്നു. വിവരങ്ങൾ അപ്പോൾ തന്നെ ഈ അന്വേഷണ സംഘത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനുള്ള ഒരു ഇതുണ്ടാക്കി വെച്ചതുകൊണ്ട് നമുക്ക് ഇവർ പറയുന്നത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റുന്നതിന് വെച്ച് ഈ പ്രതി പറയുന്നത് ശരിയല്ല, ഇതിൽ കോൺട്രാഡിക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കി. അപ്പം തന്നെ ഇതിൽ സംശയം കൂടുതലായിട്ട് കനപ്പെട്ടു വന്നു. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ വസ്തുതകൾ വെച്ചും മറ്റ് തെളിവുകൾ വെച്ച് ചോദിച്ചപ്പോൾ അവസാനം പിടിച്ചു നിൽക്കാനാവാതെ എല്ലാ ഉത്തരവും മുട്ടിയ അവസരത്തിലാണ് ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന്, അതും പൂർണ്ണമായിട്ടും പറഞ്ഞില്ല, ചെയ്തു എന്ന് അർത്ഥ രീതിയിൽ സമ്മതിച്ചു. അന്വേഷണവുമായിട്ട് പ്രതി സഹകരിച്ചിരുന്നു. സഹകരിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാം പഴുതരത്തിലുള്ള അന്വേഷണമായിരുന്നു. ഒരു മർഡർ നടന്നു എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അത് ഒരു ജസ്റ്റിഫയബിൾ മർഡർ ആയിട്ട് മാത്രമേ കരുതാവൂ. അതുകൊണ്ട് ഒരു കാരണവശാലും ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കരുത് എന്നാണ് പ്രതിഭാഗം വാദിച്ചത്. വീണ്ടും ഗ്രീഷ്മയ്ക്ക് ഒരു ചിന്തനമുണ്ടായിട്ട് ഒരു നന്നാവാനുള്ള ഒരു റിഫർമേഷന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൊടുക്കണമെന്നാണ് പ്രതിഭാഗം വാദിച്ചത്. ഈ പ്രണയം എന്ന് പറയുന്നത് വളരെ പരിപാവനമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുകയും ഈ ഷാരോൺ രാജിനെ പ്രണയം നടിച്ച് വിശ്വാസവഞ്ചന നടത്തി വിളിച്ചു വരുത്തി ഒരു കൊലപാതകം നടത്തി എന്നുള്ള നിസ്സംശയം കോടതിയിൽ സാഹചര്യ തെളിവുകൾ കൊണ്ട് തെളിഞ്ഞിരിക്കുന്ന ഒരു കേസാണ്. പരിശുദ്ധ പ്രണയം എന്ന കൺസെപ്റ്റിനെ തന്നെ കൊല ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു അഭിപ്രായം കൂടി പ്രോസിക്യൂഷൻ അവിടെ പറഞ്ഞു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ആണ് ചേരുന്നത്. ഡാൻ, ശിക്ഷ പരമാവധി നൽകിപ്പിക്കുക, അതാണ് പ്രോസിക്യൂഷന്റെ ലക്ഷ്യമെങ്കിൽ കഴിയുന്നത്ര കുറയ്ക്കുക, അതാണ് പ്രതിയുടെ വാദം. എന്തൊക്കെയാണ് ഇന്ന് കോടതി മുറിയിൽ നടന്നത്?
അഭിലാഷ്, കേരളം ഉദ്വേഗത്തോടെ കാത്തിരുന്ന ഒരു കേസിലാണ് ഇന്ന് പ്രതിഭാഗവും പ്രോസിക്യൂഷനും വാദമുഖങ്ങൾ കൊണ്ട് കോടതിയിൽ ഏറ്റുമുട്ടിയത്. പ്രോസിക്യൂഷന് വേണ്ടി സീനിയർ അഭിഭാഷകനായ സുനിൽകുമാറാണ് വാദിച്ചത്. പ്രതിഭാഗത്തിനു വേണ്ടി ശാസ്ത്രമെങ്കിലും അജിത് കുമാറും. പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദം അതിക്രൂരമായ കൊലപാതകം കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഈ പെൺകുട്ടി നടപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ നൽകണം. ഇതായിരുന്നു പ്രതിഭാഗത്തിന്റെ പ്രോസിക്യൂഷന്റെ വാദമുഖങ്ങളുടെ രക്തചുരുക്കം. ഇതിനു മുമ്പും സമാനമായ തരത്തിൽ കൊലപ്പെടുത്തുക എന്ന നീക്കത്തോടെ തന്നെ, അപായപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെ ജ്യൂസിൽ പാരാസിറ്റമോൾ ഗുളിക കലക്കി കുടിക്കാൻ നൽകിയിരുന്നു. പക്ഷേ ആ ശ്രമം പരാജയപ്പെടുകയായിരുന്നു. അതിനുശേഷവും ഏതു വിധേനയും മരണം ഉറപ്പാക്കിയേ തീരൂ എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് 2022 ഒക്ടോബർ 14 പ്രലോഭിപ്പിച്ച് തന്റെ കന്യാകുമാരിയിലുള്ള വീട്ടിലേക്ക് ഷാരോൺ രാജിനെ വിളിച്ചു വരുത്തിയതിനു ശേഷം കാപ്പിക് എന്ന കളനാശിനി കഷായത്തിൽ ചേർത്ത് അമിത അളവിൽ നൽകി അവിടെ വെച്ച് തന്നെ നിർബന്ധിച്ച് കുടിപ്പിച്ചത്. അതിനുശേഷം 11 ദിവസം ഷാരോൺ രാജ് അനുഭവിച്ച വേദന സമാനതകളില്ലാത്ത വേദനയാണ്. അതിഭയാനകമായ അവസ്ഥയിലൂടെയാണ് ഷാരോൺ രാജ് കടന്നുപോയത്. തൊണ്ട മുതൽ അടിവയർ വരെയുള്ള ഭാഗങ്ങൾ, ആന്തരിക അവയവങ്ങൾ ഉൾപ്പെടെ പൂർണ്ണമായി പൊള്ളലേറ്റ് ക്ഷതമേറ്റ് പിന്നീട് രക്തസ്രാവത്തിലേക്ക് മാറി. ആ രക്തസ്രാവത്തെ തുടർന്ന് ഷാരോൺ രാജിന് 2022 ഒക്ടോബർ 25 മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. അതിക്രൂരമായ വേദനയിലൂടെയാണ് കടന്നുപോയത് ഷാരോൺ രാജ്. അതുകൊണ്ട് തന്നെ വിശ്വസിച്ച പെൺകുട്ടിയെ ഏത് വിധേനയും സ്വന്തമാക്കണമെന്നൊരു ആഗ്രഹത്തോടെ മാത്രമാണ് ഷാരോൺ രാജ് പ്രണയിച്ചത്. ആ പ്രണയത്തിൽ അമിതമായി വിശ്വസിച്ചാണ്, പ്രലോഭനങ്ങളിൽ വിശ്വസിച്ച് ഷാരോൺ രാജ് നേരെ ഗ്രീഷ്മയുടെ കന്യാകുമാരിയിലുള്ള വീട്ടിലേക്ക് എത്തിയത്. പക്ഷേ സ്നേഹത്തെ അവിടെ ഒരു മറയാക്കുകയായിരുന്നു. സ്നേഹമെന്ന സങ്കല്പത്തെ തന്നെ, പ്രണയമെന്ന സങ്കല്പത്തെ തന്നെ പ്രതിഭാഗം മറയാക്കുകയായിരുന്നു. ഗ്രീഷ്മ മറയാക്കുകയായിരുന്നു ഈ കൊലപാതകത്തിന് വേണ്ടി. അതുകൊണ്ട് ഇനി ഇങ്ങനെയൊരു കാര്യം ഉണ്ടാകാൻ പാടില്ല. അത് സമൂഹത്തെ മുഴുവൻ ഞെട്ടിച്ച ഒരു കാര്യമാണ്. അതിന് പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ നൽകണമെന്ന ആവശ്യമായിരുന്നു സീനിയർ അഭിഭാഷകനായ സുനിൽകുമാർ പ്രോസിക്യൂഷന് വേണ്ടി വാദിച്ചത്. പക്ഷേ പ്രതിഭാഗത്തിന്റെ വാദം, അതിന്റെ പ്രതിരോധം ഇങ്ങനെയായിരുന്നു. ഗ്രീഷ്മ ഈ ബന്ധത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ഏറെ ആഗ്രഹിച്ചിരുന്നു. ഒരുപാട് തവണ ഇക്കാര്യം ഷാരോൺ രാജിനോട് നേരിട്ട് പറഞ്ഞിരുന്നു. പക്ഷേ അവർ ഒരുമിച്ച് പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായി. ആ യാത്രകൾക്കിടയിൽ അവരുടെ സ്വകാര്യ നിമിഷങ്ങളടക്കം ഷാരോൺ രാജ് മൊബൈലിൽ പകർത്തി ഈ ദൃശ്യങ്ങൾ കാണിച്ച് ഗ്രീഷ്മയെ ഭീഷണിപ്പെടുത്തി. ഒരു തരത്തിലും ഈ ബന്ധത്തിൽ നിന്ന് ഗ്രീഷ്മയ്ക്ക് പുറത്തു കടക്കാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി. പലതവണ ഈ ദൃശ്യങ്ങൾ നശിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടും അതിനൊന്നും ഷാരോൺ രാജ് വഴങ്ങിയില്ല. പലതവണ ഗ്രീഷ്മയെ മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനൊക്കെ ഒടുവിലാണ് ഈ ഒരു തരത്തിലും ഇനി ആത്മഹത്യ മാത്രമാണ് തനിക്ക് മുമ്പിലുള്ള പോംവഴി എന്നൊരു ഘട്ടം എത്തിയപ്പോഴാണ് ഏത് വിധേനയും ഈ ബന്ധത്തിൽ നിന്ന് ഷാരോൺ രാജിനെ പിന്തിരിപ്പിക്കുക എന്ന നീക്കത്തിലേക്ക്, ഇങ്ങനൊരു കുറ്റകൃത്യം ആസൂത്രണം ചെയ്ത തരത്തിലേക്കൊക്കെ ഗ്രീഷ്മയെ നയിച്ചത്. അതുകൊണ്ട് തന്നെ മറ്റ് ക്രിമിനൽ പശ്ചാത്തലങ്ങളൊന്നും മുൻപ് ഗ്രീഷ്മയ്ക്ക് ഇല്ലാതിരുന്നതിനാൽ പരമാവധി ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന വാദം പ്രതിഭാഗവും ഉന്നയിച്ചു. പിന്നീട് ജഡ്ജിക്ക് മുമ്പായി AM ബഷീറിന് മുൻപാകെ ഗ്രീഷ്മ നേരിട്ടെത്തി തന്റെ പ്രായവും വിദ്യാഭ്യാസ യോഗ്യതയും ഭാവിയും പരിഗണിച്ച് ഒരു പുനർജീവിതത്തിനുള്ള അവസരം നൽകണമെന്ന കാര്യം മൊഴിയായി നൽകുകയും ചെയ്തു. അതിനുശേഷമാണ് ജഡ്ജിയുടെ പ്രസക്തമായ നിരീക്ഷണം ഇക്കാര്യത്തിൽ ഉണ്ടായത്. അതായത് മാധ്യമ വാർത്തകളുടെയും വൈകാരികമായ സാഹചര്യങ്ങളുടെയും പശ്ചാത്തലത്തിൽ കോടതിക്ക് വിധി പറയാനാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും തിങ്കളാഴ്ച രാവിലെയാകും കോടതി തീർച്ചയായും മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് തെളിവുകളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് വിധി പ്രഖ്യാപിക്കുക. ആ വിധി എന്ത് എന്ന് തിങ്കളാഴ്ച അറിയാം. തികഞ്ഞ ആസൂത്രണത്തോടെ ക്രൂരമായി നടത്തിയ കൊലപാതകത്തിന് വധശിക്ഷ തന്നെ നൽകണം എന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. ആത്മഹത്യ മാത്രം ജീവിതത്തിൽ ബാക്കിയായ ഒരു പെൺകുട്ടി മറ്റു പോംവഴികൾ ഒന്നും ഇല്ലാതെ വന്നപ്പോൾ ചെയ്ത തെറ്റിന് പ്രായം പരിഗണിച്ച് പരമാവധി കുറവ് ശിക്ഷ നൽകണം എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ നിന്ന് കനത്ത പോലീസ് സുരക്ഷയിലാണ് രാവിലെ 10:30 ഗ്രീഷ്മയെ നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയിൽ എത്തിച്ചത്. 11 മണിക്ക് കോടതി നടപടികൾ ആരംഭിച്ചു. 11:16 കേസ് പരിഗണിച്ചു.
ഭാവഭേദങ്ങളൊന്നുമില്ലാതെ പ്രതിക്കൂട്ടിൽ ഗ്രീഷ്മയും അമ്മാവനും. ഷാരോൺ രാജ് വധക്കേസിൽ കൊല ചെയ്യപ്പെട്ടത് സ്നേഹമാണെന്നും നിഷ്കളങ്കനായ യുവാവിനെ സ്നേഹം നടിച്ച് പ്രലോഭിപ്പിച്ച് വീട്ടിൽ വിളിച്ചു വരുത്തി കാപ്പിക്കെന്ന കളനാശിനി കലർന്ന കഷായം അമിത അളവിൽ നൽകി മരണം ഉറപ്പുവരുത്താനുള്ള ആസൂത്രിതമായ നീക്കമാണ് നടന്നതെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രധാന വാദം. ചെകുത്താന്റെ മനസ്സുള്ള ഒരാൾക്ക് ഇങ്ങനെയൊരു കൊലപാതകം ആസൂത്രണം ചെയ്യാനാകൂ. 2022 ഒക്ടോബർ 14 വിഷം കലർത്തിയ കഷായം കുടിച്ചതിന് പിന്നാലെ 11 ദിവസം ഷാരോൺ അനുഭവിച്ച മരണവേദന സമാനതകൾ ഇല്ലാത്തതാണ്. ചുണ്ടുമുതൽ അടിവയർ വരെ ആന്തരിക അവയവങ്ങൾക്ക് പൊള്ളലേറ്റ് രക്തസ്രാവത്തെ തുടർന്നാണ് യുവാവിന് ജീവൻ നഷ്ടപ്പെട്ടത്. ഈ കൊടും ക്രൂരകൃത്യത്തിന് വധശിക്ഷ നൽകാൻ കോടതി തയ്യാറാകണമെന്നും പ്രോസിക്യൂഷൻ. അതേസമയം പെൺകുട്ടിയുടെ ജീവിതത്തിൽ നിന്ന് ഷാരോൺ രാജ് ഒരിക്കലും ഒഴിഞ്ഞു പോകില്ലെന്ന സ്ഥിതി വന്നതോടെയാണ് മറ്റ് ക്രിമിനൽ പശ്ചാത്തലങ്ങളൊന്നുമില്ലാത്ത ഗ്രീഷ്മ ഇത്തരമൊരു കുറ്റകൃത്യത്തിന് മുതിർന്നതെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. പ്രണയം നടിച്ച് വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച യുവതിയുമൊത്തുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ ഷാരോൺ മൊബൈലിൽ പകർത്തി. ഇത് കാണിച്ച് ഭീഷണിപ്പെടുത്തി. തനിക്ക് കിട്ടാത്തത് ആർക്കും കിട്ടേണ്ടെന്ന നിലപാടായിരുന്നു ഷാരോണിനെന്നും പ്രതിഭാഗം. ഒഴിഞ്ഞു പോകണമെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും യുവാവ് വഴങ്ങിയില്ല. ഒടുവിൽ ആത്മഹത്യ മാത്രം പോംവഴിയെന്ന സ്ഥിതിയിലേക്ക് പെൺകുട്ടിയെത്തി. ഇതോടെയാണ് കുറ്റകൃത്യത്തിന് നിർബന്ധിതമായത്. പ്രായവും വിദ്യാഭ്യാസ യോഗ്യതയും ഭാവിയും പരിഗണിച്ച് ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന് ഗ്രീഷ്മ ജഡ്ജിക്ക് മുമ്പാകെ മൊഴി നൽകി. മാധ്യമ വാർത്തകൾ മാത്രം അടിസ്ഥാനമാക്കി കേസിൽ വിധി പറയാനാകില്ലെന്നായിരുന്നു നെയ്യാറ്റിൻകര സെഷൻസ് ജഡ്ജി AM ബഷീറിന്റെ പ്രതികരണം. കേരളം ഉദ്വേഗത്തോടെ കാത്തിരിക്കുന്ന കേസിൽ തിങ്കളാഴ്ച കോടതി ശിക്ഷ വിധിക്കും. ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം നെയ്യാറ്റിൻകരയിൽ നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. പ്രതിപക്ഷം അഴിമതി ആരോപണം ശക്തമാക്കുന്നതിനിടെ കഞ്ചിക്കോട് ബ്രൂവറിക്ക് സർക്കാരിന്റെ പ്രാഥമിക അനുമതി. 600 കോടി മുതൽ മുടക്കുള്ള പദ്ധതി 4 ഘട്ടങ്ങളായി നടപ്പാക്കും. എക്സൈസ് കമ്മീഷണറുടെ ശുപാർശ പരിഗണിച്ചാണ് ഒയാസിസ് കമ്പനിക്ക് പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ സർക്കാർ അനുമതി നൽകിയത്. മധ്യപ്രദേശ് ആസ്ഥാനമായ ഒയാസിസ് കമ്പനിക്ക് പാലക്കാട് കഞ്ചിക്കോട് ബ്രൂവറി തുടങ്ങാനാണ് സർക്കാർ അനുമതി നൽകിയത്. 16-ാം തീയതി പുറത്തിറക്കിയ ഉത്തരവിൽ 1-ാം ഘട്ടത്തിൽ വിദേശ മദ്യ ബോട്ട്ലിംഗ് യൂണിറ്റ് സ്ഥാപിക്കുമെന്ന് വ്യക്തമാക്കുന്നു. 2-ാം ഘട്ടത്തിൽ എഥനോൾ നിർമ്മാണ യൂണിറ്റും 3-ാം ഘട്ടത്തിൽ മോൾട്ട് സ്പിരിറ്റ് പ്ലാന്റും നിർമ്മിക്കും. 4-ാം ഘട്ടത്തിലാകും ബ്രൂവറി. പദ്ധതിക്ക് ആവശ്യമായ വെള്ളം വാട്ടർ അതോറിറ്റി നൽകുമെന്നും ഉത്തരവിലുണ്ട്. പദ്ധതി ജലചൂഷണത്തിന് വഴിവെക്കുമെന്ന വിമർശനങ്ങൾക്കിടെ മഴവെള്ള സംഭരണി സ്ഥാപിച്ച് ജലചൂഷണം ഒഴിവാക്കാമെന്നും ഉത്തരവിൽ പരാമർശമുണ്ട്. സ്ഥാപനത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളിൽ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിളകൾ അടക്കമുള്ളതിനാൽ പദ്ധതി കാർഷിക മേഖലയ്ക്ക് ഗുണം ചെയ്യും. 20 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഒയാസിസ് കമ്പനി സംസ്ഥാനത്ത് കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കുമെന്നും ഉത്തരവിലുണ്ട്. അതേസമയം പദ്ധതിക്ക് പിന്നിൽ വൻ അഴിമതിയുണ്ടെന്ന് പ്രതിപക്ഷം ആവർത്തിച്ചു. ഒയാസിസ് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഉൾപ്പെട്ട കമ്പനിയാണെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ പെട്ട കമ്പനിയാണ്. ഈ കമ്പനിയുടെ ഉടമയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കേസിൽ പെട്ട് കിടക്കുകയാണ്. എത്തനോൾ പ്ലാന്റ്, മൾട്ടി ഫീൽഡ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ്, IMFL ബോട്ട്ലിംഗ് യൂണിറ്റ്, ബ്രൂവറി പ്ലാന്റ്, അതുപോലെ വൈൻ പ്ലാന്റ്, ബ്രാൻഡി പ്ലാന്റ്, സ്പിരിറ്റ് പ്ലാന്റ്, ഇതൊക്കെ കൊടുത്തിരിക്കുകയാണ് ഇതിന്റെ മറവിൽ. ടെൻഡർ വിളിക്കാതെ ഒയാസിസ് കമ്പനിയുടെ കയ്യിൽ നിന്നൊരു അപേക്ഷ എഴുതി വാങ്ങി ആ അപേക്ഷയുടെ പുറത്ത് ക്യാബിനറ്റിൽ കൊണ്ടുവന്ന് തീരുമാനമെടുക്കുന്നത് രാജഭരണകാലത്ത് പോലും നടക്കാത്തൊരു കാര്യമാണ്. ബ്രൂവറിക്ക് അനുമതി നൽകിയത് പൊതുസമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്ന് വിമർശിച്ച് സർക്കാരിനെതിരെ KCBCയും രംഗത്ത് വന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ബ്രൂവറിക്ക് അനുമതി നൽകിയതിൽ പ്രതിപക്ഷം അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതായി LDF കൺവീനർ TP രാമകൃഷ്ണൻ. താൻ എക്സൈസ് മന്ത്രിയായിരുന്ന കാലത്ത് തന്നെ ബ്രൂവറികൾ അനുവദിക്കുന്നതിൽ നയപരമായ തീരുമാനം LDF കൈക്കൊണ്ടിരുന്നു. കോവിഡ് കാലം ആയതിനാലാണ് അന്ന് വിവാദം ഒഴിവാക്കാനായി തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടു പോയത് എന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. ഗവൺമെന്റിനെതിരായിട്ട് വളരെ ബോധപൂർവം കെട്ടിച്ചമയ്ക്കുന്ന ഒരു ആരോപണമാണിത്. അവരുടെ ഭരണകാലത്ത് ചെയ്തതുപോലെയുള്ള കാര്യങ്ങളാണ് ഈ വ്യവസായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് ചെയ്യുന്നത് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അവർ വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയാണ്. ബ്രൂവറിയോ അതുപോലുള്ള മറ്റ് സ്ഥാപനങ്ങളോ ഉണ്ടെങ്കിൽ നിയമാനുസൃതമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടേ ഗവൺമെന്റ് മുമ്പോട്ട് പോവുകയുള്ളൂ. നിയമവിരുദ്ധമായ ഒരു നടപടിയും ഗവൺമെന്റ് ഇത്തരം പ്രശ്നങ്ങളിൽ സ്വീകരിക്കുന്നില്ല. ഈ പർട്ടിക്കുലർ കേസിൽ എന്താണ് സംഗതി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അത് ഗവൺമെന്റിന്റെ ഒരു പൊതുനയം നിലനിൽക്കുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് മറ്റൊരു രീതിയിൽ ആലോചിക്കേണ്ടതോ ചിന്തിക്കേണ്ടതോ പ്രശ്നം നമ്മൾ ഗവൺമെന്റിന് മുമ്പാകെ വന്ന അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാനാണ് നിശ്ചയിച്ചത്. വേറെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കമ്പനിയോ വ്യക്തിയോ ഒന്നും ഗവൺമെന്റിന് മുമ്പിൽ അന്നില്ല.
സനാതന ധർമ്മ വിവാദത്തിൽ പിണറായി വിജയനെ തള്ളിയും യോഗയിൽ CPIMനെ വെട്ടിലാക്കിയും ശ്രീ എം സനാതന ധർമ്മത്തെ എതിർക്കുന്നത് അറിവില്ലായ്മയാണ്. താൻ യോഗ പഠിപ്പിച്ച CPIM കേഡർമാർ ധ്യാനത്തിന്റെ വഴിയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിൽ ന്യൂസ് 18 പ്രതിനിധി രഞ്ജിത്ത് രാമചന്ദ്രനോട് ആയിരുന്നു ശ്രീ എമ്മിന്റെ പ്രതികരണം. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സൗഹൃദമുണ്ടെന്ന പേരിൽ പലതവണ വാർത്തകളിൽ നിറഞ്ഞിട്ടുണ്ട് ശ്രീ എം. സനാതനധർമ്മത്തെ എതിർത്ത പിണറായിയുടെ നിലപാടിനോടുള്ള പ്രതികരണം അറിവില്ലായ്മ എന്നായിരുന്നു. അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ് ഇതെല്ലാം. ഒന്ന് ശരിയായിട്ട് ഇതിനൊന്ന് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ ആരും ഇങ്ങനെ ഒന്നും പറയില്ല. പിന്നെ അതിനൊരു പൊളിറ്റിക്കൽ വ്യൂ ഉണ്ട് കേട്ടോ. ഈ പോളിറ്റിക്സും റിലിജനും സ്പിരിച്വാലിറ്റിയും ചേരുമ്പോഴാണ് വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പോൾ എൻ്റെ ഒരു പൊളിറ്റിക്കൽ വ്യൂ നേരെ ഇതിൻ്റെ എതിരാണെങ്കിൽ ഞാൻ ഇത് കൊള്ളില്ലെന്ന് പറയും. ഇതിന് ഡിഫക്റ്റ് കണ്ടുപിടിക്കാൻ നോക്കുക. അതിൽ നല്ല കാര്യങ്ങൾ ഞാൻ കണ്ടുപിടിക്കാൻ നോക്കൂല. കേരളത്തിൽ RSS CPM സംഘർഷം അവസാനിപ്പിക്കാൻ താൻ ഇടപെട്ടെന്നും തന്റെ ആത്മീയ ശക്തി കൊണ്ടാണ് ഇരുഭാഗം നേതാക്കളും ഇത് അംഗീകരിച്ചതെന്നും ശ്രീ എം. ഇരുവിഭാഗം നേതാക്കളുമായും ഇപ്പോഴും നല്ല ബന്ധമെന്നും ശ്രീ എം. ലെഫ്റ്റും റൈറ്റും കോപ്പറേറ്റ് ചെയ്യാതെ നടക്കില്ല. ഞാൻ അതിനൊരു സെൻട്രൽ ഫിഗറായിട്ടിരുന്ന് ചെയ്തു. കാരണം അവരെ ഒന്നിച്ചു കൊണ്ടുവന്നു. അത് എൻ്റെ ഒരു ആധ്യാത്മികമായിട്ടുള്ള ഒരു ശക്തി കൊണ്ട് മാത്രമേ ഇത് നടക്കുകയുള്ളൂ. അല്ലാതെ നടക്കാനുള്ള ചാൻസേ ഇല്ല. തന്റെ കീഴിൽ യോഗ പഠിച്ചവർ ധ്യാനത്തിന്റെ ആത്മീയ വഴിയിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷയെന്നും ശ്രീ എം. ഞാൻ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ കേഡേഴ്സിനെല്ലാം യോഗ പഠിപ്പിച്ചു കൊടുത്തു. ഇപ്പോൾ 2000-3000 കേഡേഴ്സൊക്കെ ഡെയിലി യോഗ ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ആ കള്ളുഷാപ്പിൽ പോയിരിക്കുന്ന സമയത്ത് ഇതെങ്കിലും ചെയ്യില്ല യോഗ. എൻ്റെ അടുത്ത് ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരാൾ ചോദിച്ചു, എന്തിനാണ് ഈ ചുവന്ന കൊടികാർക്ക് യോഗ പഠിപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞ കൊടി നോക്കണ്ട, നമുക്ക് ആ മനുഷ്യനല്ലേ യോഗ പഠിപ്പിച്ചു. യോഗയെ വിശ്വാസവുമായി കൂട്ടിക്കെട്ടുന്നതിനെ എതിർക്കുകയും മാനസിക ശാരീരിക വ്യായാമുറയായി കാണുകയും ചെയ്യുന്നതാണ് CPM നയം. ഈ നയത്തെ തന്നെ വെട്ടിലാക്കുന്നതാണ് CPM കേഡർമാരെ യോഗ പഠിപ്പിച്ചെന്ന് അവകാശപ്പെടുന്ന ശ്രീ എമ്മിന്റെ നിലപാട്. പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. ആലപ്പുഴയിൽ വനിതാ ശിശു ആശുപത്രിയിൽ അസാധാരണ വൈകല്യത്തോടെ ജനിച്ച കുഞ്ഞിന്റെ ചികിത്സയ്ക്കായി പണം ആവശ്യപ്പെട്ടുവെന്ന പരാതിയുമായി കുടുംബം. സർക്കാർ സൗജന്യ ചികിത്സ വാഗ്ദാനം ചെയ്ത ശേഷം പണം ആവശ്യപ്പെട്ടുവെന്നാണ് പരാതി. രക്തപരിശോധനയ്ക്ക് 1500 രൂപ ആവശ്യപ്പെട്ടതായി പിതാവ് അനീഷ് പറയുന്നു. ഗുരുതരാവസ്ഥയിൽ ആയ കുഞ്ഞിനെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം SAT ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഈ 1500 രൂപ ആരാവശ്യപ്പെട്ടു എന്നാണ് ഈ കുട്ടിയുടെ കുടുംബം പറയുന്നത്? അഭിലാഷ്, കഴിഞ്ഞ ദിവസമാണ്, അതായത് ഇന്നലെയാണ് പെട്ടെന്ന് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഈ കുട്ടിയെ തിരുവനന്തപുരം SAT ആശുപത്രിയിലേക്ക് മാറ്റിയത്. ആരോഗ്യ വകുപ്പിന്റെ നിരീക്ഷണത്തിലുള്ള കുഞ്ഞാണിത്. കാരണം നമുക്കറിയാം, വനിതാ ശിശു ആശുപത്രിയിൽ ഈ കുട്ടി ജനിക്കുകയും അതിൽ ആ സംഭവത്തിൽ, അതായത് ഗർഭകാലത്തെ രോഗനിർണയം അടക്കമുള്ള കാര്യങ്ങളിൽ പാളിച്ച വന്നുവെന്ന് കണ്ടതിനെ തുടർന്ന് ആലപ്പുഴ സൗത്ത് പോലീസ് 4 ഡോക്ടർമാർ, അതായത് വനിതാ ശിശു ആശുപത്രിയിലെ ഡോക്ടർ പുഷ്പയും ഷേർലിയും അടക്കം സ്വകാര്യ സ്കാൻ സെന്ററിൽ നിന്ന് 2 ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്തുകൊണ്ട് കേസെടുത്തിരുന്നു. അതിനുശേഷമാണ് ആരോഗ്യവകുപ്പ് ഈ കുഞ്ഞിന്റെ ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾ തിരുവനന്തപുരത്ത് ഒരു വിദഗ്ധ സമിതി എത്തിയ ആരോഗ്യവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം, ഡോക്ടർ വി മീനാക്ഷിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തി കുട്ടിയുടെ ചികിത്സ ഏറ്റെടുക്കുന്നു എന്ന് വ്യക്തമാക്കിയത്. എന്നാൽ ഇപ്പോൾ ഇന്നലെ ഈ കുഞ്ഞിനെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്തതിനു ശേഷം പിന്നീട് SAT ആശുപത്രിയിൽ എത്തി ഇന്നിപ്പോൾ രക്തപരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. അതിനിടയിൽ രക്തപരിശോധനയ്ക്കായി ഈ അച്ഛൻ ചെന്നപ്പോൾ 1500 രൂപ ആവശ്യപ്പെട്ടു എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല, വണ്ടാനം മെഡിക്കൽ കോളേജിലാണെങ്കിലും SATയിലാണെങ്കിലും ഈ ഓരോ സ്ഥലത്തും ഓരോ കൗണ്ടറുകളിലും ഈ കുടുംബം ചെന്ന് അവിടെ നിന്ന് പറയുമ്പോൾ ആക്ഷേപിക്കപ്പെടുകയാണെന്ന് അവർ ഓരോ ഘട്ടത്തിലും നമ്മളോട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഈ അനീഷ് ആണെങ്കിൽ ഡ്രൈവറാണ്. ഈ കുഞ്ഞ് ജനിച്ചതിന് ശേഷം. ശരണ്യ, തുടരുക. ഇപ്പോൾ കുട്ടിയുടെ അച്ഛൻ അനീഷ് ഉണ്ട്. അനീഷ് സർക്കാർ ചികിത്സയ്ക്ക് സൗജന്യ ചികിത്സ വാഗ്ദാനം നൽകിയതാണ്. അതിനുശേഷം ഈ സർക്കാർ ആശുപത്രികളിൽ നിന്ന് തന്നെയാണോ ഈ പണം ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്? സാറേ, ഇന്നലെ കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. സാറേ, ഇന്നലെ ഒരു 2 മണിയായപ്പോ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞ് രാഹുൽ എന്ന് പറഞ്ഞൊരു
തിരുവനന്തപുരത്ത് നിന്ന് ഒരു ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് വരണം, ചീഫ് മിനിസ്റ്ററിന്റെ ഓഫീസിൽ നിന്ന് വിളിക്കുവാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ, ഞാൻ ഇവിടെ താമസിക്കുന്നത് എനിക്ക് 2 പെൺമക്കളാണ് മൂത്തത്. ഞാൻ ഒരു സാധാരണക്കാരായ ടാക്സി ഡ്രൈവറാണ്. അപ്പോൾ ഈ മൂത്ത കുട്ടി ഒരാൾക്ക് 11 വയസ്സും ഒരാൾക്ക് 5 വയസ്സും ഉണ്ട്. ഇവർ രണ്ടുപേരെയും ഞാൻ എവിടെ ഏൽപ്പിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ പെട്ടെന്ന് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും സാറേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എനിക്കൊരു അരമണിക്കൂറിനകത്ത് ഇതിന് റിപ്പോർട്ട് തരണം, നിങ്ങളുടെ ഫുള്ള് അക്കോമഡേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാനിവിടെ ശരിയാക്കി തരാമെന്നാണ് ഈ രാഹുൽ എന്ന് പറഞ്ഞ സാറ് പറഞ്ഞിരുന്നത്. ആ രാഹുൽ എന്ന് പറഞ്ഞ സാറ് പ്രകാരം പറയുകയും ചെയ്ത് 3 മണിയായപ്പോഴത്തേക്ക് ആംബുലൻസ് വന്ന് 4 മണിയായപ്പോൾ ഞങ്ങൾ നിന്ന ഡ്രസ്സിൽ വരുമായിരുന്നു. എന്റെ കയ്യിൽ 1 രൂപയില്ല. ഞാൻ 3 മാസത്തോളമായി ഈ ആശുപത്രിയും വീടുമായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. എന്റെ അടുത്ത് ഇന്ന് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ചെന്നപ്പോഴത്തേക്ക് 1500 രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഇതിലും വീണ ജോർജ് മന്ത്രിയുടെ ഇതിലും സൗജന്യ ചികിത്സ പ്രഖ്യാപിച്ച കുഞ്ഞാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് അതൊരു അധിക്ഷേപിച്ചാണ് എന്നോട് സംസാരിച്ചത്. അപ്പൊ അവര് പറയുന്നത് അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ 1500 രൂപ അടയ്ക്കണം, ആരോഗ്യ കിരണം പതിപ്പിച്ചിട്ടുണ്ടെങ്കിൽ 1000 രൂപ അടയ്ക്കണം. ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ പൈസ ഇല്ല, എന്റെ കുഞ്ഞിന് ചികിത്സ നിങ്ങൾ തരണ്ട. സൂപ്രണ്ടിനെ കാണാൻ ചെന്നപ്പോ സൂപ്രണ്ട് അവിടെ ഇല്ല. അത് കഴിഞ്ഞ് PROയെ കണ്ടു. PRO പറഞ്ഞു ഞാനത് അവിടെ വിളിച്ച് പറയാം, ഇവിടെ വിളിച്ച് പറയാം. PROയെ 3-ാം വട്ടം ഞാൻ ഫോൺ ചെയ്തു. അത് കഴിഞ്ഞ് PRO ഒരു പേപ്പറിനകത്ത് ഒപ്പിട്ട് തന്നെ അവിടെ കൊണ്ട് കൊടുത്തു. അപ്പോഴും അവർ പുച്ഛത്തോടു കൂടിയാണ് നമ്മളോട് സമീപിക്കുന്നത്. ഇത് ഞാൻ തിരുവനന്തപുരത്ത് ആലപ്പുഴയിൽ നിന്നപ്പോഴത്തേക്ക് എന്നെ വിളിച്ച് നിങ്ങളുടെ ചികിത്സ സർക്കാരിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്തേക്കാണെങ്കിൽ ചികിത്സ എന്നും പറഞ്ഞുകൊണ്ട് എന്നെ നിന്ന ഡ്രസ്സിൽ ഞാൻ ഇന്നലെ 4 മണിയായപ്പോ ആലപ്പുഴയിൽ നിന്ന് കയറി ആ വേഷത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഒന്ന് കുളിച്ചിട്ടില്ല, എന്റെ പ്രാഥമിക കാര്യങ്ങൾ നടന്നിട്ടില്ല, പല്ല് തേച്ചിട്ടില്ല, ആഹാരം പോലും കഴിക്കാനായിട്ട് നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇത് വേണ്ടപ്പെട്ടവരെ ബന്ധപ്പെടാനും സാധിക്കുന്നില്ല അല്ലേ അനീഷ്? ആരാ സാറേ ഈ വേണ്ടപ്പെട്ടവരെന്ന് പറയുന്നത്? ഞാൻ ആരെ ബന്ധപ്പെടണം? ഇന്നലെ വിളിച്ച രാഹുൽ എന്ന് പറഞ്ഞ സാറിനെ വിളിച്ചു. ശങ്കർ എന്ന് പറഞ്ഞ സാറ് രാവിലെ വന്നു. ശങ്കർ എന്ന് പറഞ്ഞ സാറ് രാവിലെ വന്നിട്ട് കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. കുഞ്ഞിന് വളരെ കൂടുതലാണ്. കുഞ്ഞിന്റെ ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ട് വെന്റിലേറ്റർ ട്യൂബ് പോയിരിക്കുന്ന ശ്വാസകോശ വഴിയെല്ലാം കുഞ്ഞിന് നീരായിരിക്കുവാണ്. കുഞ്ഞിന് ഏത് നിമിഷം എന്ത് സംഭവിക്കുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതിന്റെ പുറകെ നമുക്ക് മാനസികവും ശാരീരികമായിട്ട് മൊത്തത്തിൽ തകർന്ന് 50 വയസ്സുള്ള 60 വയസ്സുള്ള അമ്മയച്ഛൻ 2 പെൺകുട്ടികളാക്കിയിട്ട് വന്നിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ട് അനീഷ്. പ്രത്യേക മുറിയോ അങ്ങനെ ഒരു സൗകര്യമോ ഒന്നും നൽകിയിട്ടില്ലേ ഇപ്പോ? പ്രാഥമിക കാര്യത്തിന് പോലും ഒരു സൗകര്യം ഇല്ലെന്ന് പറയുമ്പോൾ പ്രത്യേക മുറി ഉണ്ടാ സാറേ? അതാണ് ഞാൻ ചോദിച്ചത്. അതായത് ഈ രാഹുൽ ഡോക്ടർ രാഹുൽ പറഞ്ഞത് സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് വരൂ എന്നല്ലേ പറഞ്ഞത്? ഇവിടെ വെന്റിലേറ്റർ റെഡിയാക്കിയിട്ടുണ്ട്, നിങ്ങളുടെ അക്കോമഡേഷന്റെ കാര്യങ്ങൾ ഞാൻ ഇവിടെ ചെയ്തു. അതാണ് ഞാൻ ചോദിച്ചത്. അക്കോമഡേഷന്റെ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് അനീഷ് നേരത്തെ പറഞ്ഞു. രാഹുൽ ഡോക്ടർ ഉറപ്പ് നൽകിയെന്ന്. അപ്പോൾ അങ്ങനെ ഒരു അക്കോമഡേഷൻ ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നാണോ? ഇല്ല സാറേ. സാറ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ എസ്റ്റേറ്റിലുണ്ട്. ഞങ്ങൾ വഴി ആധാരമായിട്ട് നിൽക്കുവാണ് ഇപ്പൊ എസ്റ്റേറ്റിൽ. ഇന്നലെ മുതൽ അല്ലേ? ഇന്നലെ മുതൽ. അനീഷ്, തീർച്ചയായും ഞങ്ങൾ എത്താൻ ശ്രമിക്കാം. തീർച്ചയായും അനീഷിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നു. അവിടെ ഇപ്പോഴും ഒരു ഡോക്ടർമാരും ആരും ഒന്നും തിരിഞ്ഞു നോക്കാത്തൊരു സാഹചര്യം എന്ന് തന്നെയാണല്ലേ അനീഷ് പറയുന്നത്? ഡോക്ടർമാര് കുഞ്ഞിനുള്ള ചികിത്സ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നു. കുഞ്ഞിന്റെ ചികിത്സ അകത്താണ്, ICUലാണ് നടക്കുന്നത്. കുഞ്ഞിന്റെ മെയിൻ ഡോക്ടർ രാവിലെ വന്ന് എന്നോട് സംസാരിച്ചു. എന്നോട് പറഞ്ഞു അനീഷ് കുഞ്ഞിന്റെ അവസ്ഥ വളരെ മോശമാണ്, അനീഷ് ആലപ്പുഴ വെച്ച് കർണാടകത്ത അവസ്ഥയിൽ ഇപ്പോൾ വീണ്ടും ഏത് നിമിഷം എന്ത് സംഭവിക്കാം, ട്യൂബ് ഊരി പോയി കഴിയുകയാണ്. ട്യൂബ് ഊരി പോകും തോറും പിന്നെ രണ്ടാമത് ട്യൂബ് നീര് വന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിന് ശ്വാസം എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. കുഞ്ഞിന്റെ തൊണ്ട കിഴിച്ച് ചിലപ്പോഴത്തേക്ക് ട്യൂബ് ഇടേണ്ടി വരും. ആ സാഹചര്യത്തിൽ വരെ എത്തിയിരിക്കുകയാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇത് ഈ തള്ളയും ഞാനും എന്റെ തള്ളയും കേട്ടിട്ട് നമ്മുടെ ചങ്ക് പിടിഞ്ഞു പോവുക. തീർച്ചയായും. അതായത് ഇപ്പോൾ രാത്രി വിശ്രമിക്കാനോ ഒന്നുമില്ല. പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യം ഇല്ലാത്ത ആശുപത്രിയിലേക്ക് ഞങ്ങൾ എന്തിനു വിളിച്ചു വരുത്തിയത്? ഞങ്ങൾ അവിടെ ആലപ്പുഴയിൽ ഞങ്ങളുടെ വീടിന്റെ അടുത്തായതുകൊണ്ട് അവിടെ കിടന്നേന്. എല്ലാ സൗജന്യമാണെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തിയതാ. ശരി അനീഷ്, മനസ്സിലാകും. ഇങ്ങനെ വളരെ പെട്ടെന്ന് എത്താൻ പറയുന്നു. അനീഷ് സൂചിപ്പിച്ചതുപോലെ ഉടുത്തിരുന്ന വസ്ത്രം ആണ് ധരിച്ചെത്തിയത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഒരു സൗകര്യങ്ങളും നൽകുന്നില്ല. അത് ഞങ്ങൾക്ക് ബോധ്യപ്പെടും. തീർച്ചയായും അത് ശ്രദ്ധയിൽപ്പെടുത്താൻ ഞങ്ങളും ശ്രമിക്കാം. വളരെ നന്ദി അനീഷ് പ്രതികരിച്ചതിന്. മറ്റൊരു വാർത്തയിലേക്ക്. നടി ഹണി റോസിന്റെ പരാതിയിൽ രാഹുൽ ഈശ്വറിനെതിരെ നടപടി ഉണ്ടാകില്ല. രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കാനുള്ള വകുപ്പില്ല എന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം. ബോബി ചെമ്മണ്ണൂരിൻ്റെയും രാഹുൽ ഈശ്വറിൻ്റെയും കേസുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്.
ഹണി റോസിന് രാഹുൽ ഈശ്വറിനെതിരെ അപകീർത്തി കേസ് നൽകാം. എന്നാൽ നിലവിലുള്ള പരാതിയിൽ കേസെടുക്കാനാകില്ല എന്ന് നിയമോപദേശത്തിൽ പറയുന്നു. തീരുമാനത്തിൽ സന്തോഷമുണ്ട് എന്ന് രാഹുൽ ഈശ്വർ പ്രതികരിച്ചു. തീർച്ചയായും ആശ്വാസമുണ്ട്. പക്ഷെ അതിൽ ഒരു വേദന ബാക്കി നിൽക്കുന്നുണ്ട്. അതായത് യുവജന കമ്മീഷനും വനിതാ കമ്മീഷനും അടക്കം ഭരണഘടനാ പദവിയുള്ള 2 കമ്മീഷനുകളാണ്. രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കണമെന്നും കേസെടുത്തു എന്നും ഒക്കെ നിരന്തരം അവർ വാർത്ത പറയുകയും എന്നെ വേട്ടയാടുകയും ചെയ്യുന്നത് ന്യായമാണോ എന്ന് മീഡിയ ചോദിക്കണ്ടേ? ടിപ്പ് ബെർസാ പാനിയിൽ രവീന ടണ്ടൻ ധരിക്കുന്ന രീതിയിൽ സാരി ധരിച്ച് ഒരു പൊതുപരിപാടിയിൽ ഇനോഗ്രേറ്റ് ചെയ്യാൻ വരരുത്. അവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന അവരുടെ വസ്ത്രധാരണ രീതിയാണ്. ലൈംഗികോദ്ദീപകമായ സെക്ഷുവലി കളേർഡ് റിമാർക്സ് പറഞ്ഞാൽ അത് തെറ്റല്ലേ? സെക്ഷുവലി കളേർഡായ രീതിയിൽ വസ്ത്രം ധരിച്ചാൽ അതും തെറ്റല്ലേ? വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ കോൺഗ്രസ് നേതാക്കളുടെ ജാമ്യാപേക്ഷയിൽ വിധി 4 മണിക്ക്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട IC ബാലകൃഷ്ണൻ MLA, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവരാണ് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിട്ടുള്ളത്. കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം എന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. തിരുവനന്തപുരം നെടുമങ്ങാട് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് ഒരാൾ മരിച്ച അപകടത്തിൽ ഡ്രൈവറുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഒറ്റശേഖരമംഗലം സ്വദേശി അരുൾദാസ് ആണ് അറസ്റ്റിലായത്. അലക്ഷ്യമായി വാഹനമോടിച്ച് അപകടം വരുത്തിയെന്നാണ് കേസ്. ഇന്നലെ രാത്രി 9:30 നെടുമങ്ങാട് ഇരിഞ്ചയത്താണ് അപകടം ഉണ്ടായത്. ബസ് അമിത വേഗതയിൽ ആയിരുന്നു എന്ന് യാത്രക്കാർ പറഞ്ഞു. കാട്ടാക്കടയിൽ നിന്ന് മൂന്നാറിലേക്ക് പോയ 49 അംഗ സംഘം സഞ്ചരിച്ചിരുന്ന ബസ് ആണ് അപകടത്തിൽപ്പെട്ടത്. ഇന്നലെ രാത്രി 10:15 മണിയോടെയാണ് നെടുമങ്ങാട് ഇരിഞ്ചയം ഭാഗത്ത് വെച്ച് ഈ വാഹനാപകടം ഉണ്ടാകുന്നത്. ഈ ബസ് ഓടിച്ചു വന്ന ഡ്രൈവറിൻ്റെ അലക്ഷ്യമായിട്ടുള്ള ഡ്രൈവിംഗ് ആണ്, ഓവർ സ്പീഡാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ വെളിപ്പെട്ടിട്ടുള്ളത്. ഈ വാഹനത്തിന് എന്തെങ്കിലും സാങ്കേതിക തകരാറുണ്ടായിരുന്നോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇതിലേക്ക് ഈ അപകടത്തിന് വഴിതെളിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി ഞങ്ങൾ പരിശോധിക്കുന്നതാണ്. ഇതിലേക്ക് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരികയാണ്. മെക്സവനെതിരെ പരോക്ഷ വിമർശനവുമായി AP വിഭാഗം മുഷാവറ. മതത്തിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള വ്യായാമ പരിപാടികൾക്കെതിരെ വിശ്വാസികൾ ജാഗ്രത പുലർത്തണം. പുരുഷന്മാർക്കിടയിൽ ഇടകലർന്നുള്ള വ്യായാമം അനുവദനീയമല്ല. മതവിശ്വാസത്തിന് ഹാനികരമാകുന്ന ഗാനങ്ങളും പ്രചാരണങ്ങളും ക്ലാസുകളും അനുവദിക്കാനാകില്ല എന്നും AP വിഭാഗം അഭിപ്രായപ്പെട്ടു. മെക്സവൻ വ്യായാമ കൂട്ടായ്മയെ പേരെടുത്ത് പറയാതെയായിരുന്നു കാന്തപുരം AP വിഭാഗത്തിന്റെ വിമർശനം. മതമാനദണ്ഡങ്ങൾ പാലിക്കാത്ത വ്യായാമ മുറകൾക്കെതിരെ വിശ്വാസികൾ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പാണ് സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമ മുഷാവറ വാർത്താക്കുറിപ്പിലൂടെ നൽകിയത്. മതവിശ്വാസത്തിന് ഹാനികരമാകുന്ന ഗാനങ്ങളും പ്രചരണങ്ങളും ക്ലാസുകളും സംഘടിപ്പിച്ച് അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നത് അനുവദിക്കാനാകില്ല. സുന്നി വിശ്വാസികൾ ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തി പൂർവിക വിശ്വാസ ആചാരങ്ങളും നയങ്ങളും മുറുകെ പിടിക്കണം. മതനിയമങ്ങൾക്ക് വിധേയമായ വ്യായാമം വിരോധിക്കപ്പെട്ടതല്ലെന്നും മുഷാവറ യോഗം അഭിപ്രായപ്പെട്ടു. പ്രസിഡന്റ് E. സുലൈമാൻ മുസ്ലിയാർ, ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. ഇത് ആദ്യമായല്ല AP വിഭാഗം മെക്സവൻ വിമർശനവുമായി രംഗത്ത് വരുന്നത്. AP വിഭാഗത്തിന്റെ യുവജന സംഘടനാ നേതാക്കൾ മുൻപും മെക്സവനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. തുടർന്നാണ് CPM മെക്സവനെതിരെ രംഗത്ത് വന്നതും പിന്നീട് വലിയ വിവാദമായതും. CPM ഒടുവിൽ അഭിപ്രായം പിൻവലിക്കുകയും ചെയ്തിരുന്നു. വിവാദങ്ങളെല്ലാം തണുത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ കാന്തപുരം AP വിഭാഗം മുഷാവറ ചേർന്ന് മെക്സവനെതിരെ പരോക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ന്യൂസ് 18 മലപ്പുറം. ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച പ്രതിയെ പിടികൂടാനാകാതെ പോലീസ്. പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ 2 CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തുവന്നിട്ടുണ്ട്. ഇയാൾ ഗുജറാത്തിലേക്ക് കടന്നതായാണ് സംശയം. സെയ്ഫ് അലി ഖാന് നേരെ ആക്രമണം നടന്ന 2 ദിവസം കഴിഞ്ഞിട്ടും പ്രതിയെക്കുറിച്ച് കാര്യമായ വിവരമൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. അടിക്കടി വേഷം മാറുന്ന പ്രതി അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ഇയാൾ സ്ഥിരം കുറ്റവാളിയെന്നുമാണ് പോലീസ് നിഗമനം. ആക്രമണം നടത്തുമ്പോൾ ഇയാൾ ടീഷർട്ടാണ് ധരിച്ചിരുന്നെങ്കിൽ പിന്നാലെ പുറത്തു വന്ന 2 CCTV ദൃശ്യങ്ങളിലും ഇളം നീല ഷർട്ടാണ് വേഷം. ആക്രമണം നടന്ന ദിവസം രാവിലെ 7 മണിക്കുള്ള ദൃശ്യങ്ങളിൽ ബാന്ദ്ര റെയിൽവേ സ്റ്റേഷന് സമീപത്തെ റോഡിലൂടെ കൈകെട്ടി നടന്നു പോകുന്നത് കാണാം. 9 മണിക്കുള്ള രണ്ടാമത്തെ ദൃശ്യങ്ങൾ ദാദറിലെ മൊബൈൽ കടയിൽ നിന്നുള്ളതാണ്. ഇവിടെ നിന്ന് ഇയാൾ ഒരു ഹെഡ്സെറ്റ് വാങ്ങി. ഈ 2 ദൃശ്യങ്ങളിലും ഇയാൾ ഒരുപോലുള്ള ബാഗ് ധരിച്ചിട്ടുണ്ട്. മോഷണ സമയത്തും ബാഗ് ഉള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ സംശയം ബലപ്പെടുത്തുന്നത്. ഇയാൾ സംസ്ഥാനം വിടാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഗുജറാത്തിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു. സംഭവത്തിൽ സൈഫ് അലി ഖാന്റെ ഭാര്യ കരീന കപൂറിന്റെ മൊഴി രേഖപ്പെടുത്തി. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ നാളെ നിലവിൽ വരും. 1,00,000-ഓളം മനുഷ്യർ കൊല്ലപ്പെട്ട 15 മാസമായി തുടരുന്ന യുദ്ധമാണ് ഉപാധികളോടെ നിർത്തുന്നത്. ഹമാസ് നേരത്തെ അംഗീകരിച്ച വെടിനിർത്തൽ വ്യവസ്ഥകൾക്ക് ഇസ്രായേൽ മന്ത്രിസഭ ഇന്നലെ അംഗീകാരം നൽകിയിരുന്നു. വെടിനിർത്തൽ ഒപ്പം
ഘട്ടം ഘട്ടമായി ബന്ദികളെയും തടവുകാരെയും വിട്ടുനൽകുക, സൈനിക പിന്മാറ്റവും. ഇതാണ് ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ കരാറിന്റെ ചുരുക്കം. മധ്യസ്ഥ റോളിൽ ഖത്തർ. ഇസ്രയേലിനുമേൽ കടുത്ത സമ്മർദ്ദവുമായി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഒടുവിൽ ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷ പാർട്ടികളുടെ എതിർപ്പ് തള്ളി ഭൂരിപക്ഷ അടിസ്ഥാനത്തിൽ ഇസ്രയേൽ മന്ത്രിസഭയുടെ അംഗീകാരം. കഴിഞ്ഞ 2 മാസം തുടർച്ചയായി നടന്ന സമവായ ചർച്ചകൾക്കു ശേഷം ശുഭവാർത്ത. വെടിനിർത്തൽ കരാർ അംഗീകരിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസിന്റെ പ്രസ്താവന. വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കുന്ന 737 പലസ്തീൻ തടവുകാരുടെ പട്ടിക ഇസ്രയേൽ പുറത്തിറക്കി. 42 ദിവസം നീളുന്ന വെടിനിർത്തൽ കാലയളവിൽ പലസ്തീൻ തടവുകാരെ ഇസ്രയേലും ഇസ്രയേൽ ബന്ദികളെ പലസ്തീനും മോചിപ്പിക്കും. ആദ്യഘട്ടത്തിൽ ഇസ്രയേൽ തടവിൽ കഴിയുന്ന 19 വയസ്സിൽ താഴെയുള്ള എല്ലാ പലസ്തീൻ പെൺകുട്ടികളെയും മോചിപ്പിക്കും. 16 ദിവസത്തിനു ശേഷം അതുവരെയുള്ള മോചനങ്ങൾ വിലയിരുത്തി അടുത്ത ഘട്ടം തീരുമാനിക്കും. സമ്പൂർണ്ണ സൈനിക പിന്മാറ്റമെന്ന പലസ്തീൻ ആവശ്യം ഇസ്രയേൽ അംഗീകരിച്ചിട്ടില്ല. ഗസയുടെ ഭരണം ഹമാസിന് നൽകാനാവില്ലെന്ന നിലപാടും ഇസ്രയേൽ മാറ്റിയിട്ടില്ല. ഇസ്രയേൽ പലസ്തീൻ പ്രശ്നത്തിന് ഇപ്പോഴും പരിഹാരമായിട്ടില്ലെങ്കിലും താൽക്കാലികമെങ്കിലും വെടിനിർത്തൽ ലോകത്തിന് നൽകുന്ന ആശ്വാസം വലുതാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. വിൽപത്ര തർക്കത്തിൽ മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന് ആശ്വാസം. വിൽപത്രത്തിൽ ഒപ്പിട്ടത് ആർ. ബാലകൃഷ്ണപിള്ള തന്നെയെന്ന് ഫോറൻസിക് റിപ്പോർട്ട്. ബാലകൃഷ്ണപിള്ളയുടെ വ്യാജ ഒപ്പാണ് എന്നായിരുന്നു ഗണേഷിന്റെ സഹോദരി ഉഷ മോഹൻദാസിന്റെ ആരോപണം. ഇതിൽ കൊട്ടാരക്കര മുനിസിഫ് കോടതിയിൽ കേസ് നടന്നുവരികയാണ്. കോടതി നിർദ്ദേശപ്രകാരമാണ് ഒപ്പുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്.